വീടിൻ്റെ മുറ്റത്ത് നിറയെ കായ്ച്ച് നിൽക്കുന്ന ഒരു കശുമാവുണ്ട്. പറങ്കിമാവ്, കശുമാവ് എന്നൊക്കെ ഞങ്ങളിവിടെ പറയും. നോമ്പായതുകൊണ്ട് ആർക്കും ഒരു മൈൻഡും ഇല്ല ആളെ. നോമ്പൊക്കെ തുറന്ന് സിറ്റൗട്ടിലിരിക്കുമ്പോഴാണ് കഴിച്ചു നോക്കാനൊരു പൂതി. പിന്നെ ഒന്നും നോക്കിയില്ല, മുറ്റത്തേക്ക് ഇറങ്ങി 2-3 എണ്ണം പറിച്ചെടുത്തു. പറിച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് തൊട്ടാൽ മതി, ആൾ നമ്മൾ കൈ പോരും. ചെറുതായിരിക്കുമ്പോൾ നോമ്പ് വെച്ചാൽ രാവിലെ കണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. പേരക്കയും മാങ്ങയും അങ്ങനെ എല്ലാം നോമ്പ് തുറന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാം ഇങ്ങനെ കൂട്ടി വെക്കും. നോമ്പ് തുറന്നാലോ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കോ കഴിക്കാൻ പറ്റുമോ? എന്നാലും പിറ്റേന്നും ഇത് തന്നെ ആവർത്തിക്കും. നോമ്പ് നോറ്റ പേരക്കയും മാങ്ങയും ഒക്കെ കാണുമ്പോൾ ചെറുതായിരിക്കുമ്പോൾ ഇതൊക്കെ തിന്നാം നോമ്പ് തുറന്നിട്ടെന്ന് വിചാരിക്കുമല്ലോ. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേന് വയറ് നിറയും. അതൊക്കെ ഒരു കാലം. ഇനി നമുക്ക് ഇതിനൊന്ന് റെഡിയാക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനൊരു ചെറിയ ചവർപ്പ് കലർന്നൊരു മധുരമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് കുരുമുളകും ഉപ്പും കൂടി വരുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പം ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിച്ചൂസാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ആൾ സൂപ്പർ എന്നൊക്കെ പറയുന്നത്. ആൾക്ക് അത്ര ഇഷ്ടമല്ല ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ ചവർപ്പ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, ചെറിയ കുട്ടികൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഇതിൻ്റെ അവസാനം ആൾ തുപ്പുന്ന വരെ ഉണ്ട്. പക്ഷെ എനിക്കെന്തോ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്.